PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റു ചില പോയിന്റുകളൊക്കെയാണ്. കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ മറ്റു പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇവിടെ ആദ്യത്തെ പോയിന്റ് നോക്കാം. ചോദ്യം പലത് ഉത്തരം 1. ആ ഒരു ടേബിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് നോക്കാം. തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം എത്തരത്തിലുള്ള ചലനമാണ്? അത് ദോലനമാണ്. അത്തരം ചലനങ്ങളെ ദോലനം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം ദോലനമാണ്. ഊഞ്ഞാൽ ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ഊഞ്ഞാൽ അല്ലെ, ഊഞ്ഞാലിന്റെ ചലനം നമുക്കറിയാമല്ലേ, മുൻപോട്ടും പിൻപോട്ടും അല്ലെ പോകുന്നതാണ്. അപ്പോൾ അതേപോലെ ക്ലോക്കിന്റെ പെൻഡുലം അല്ലെ, ഇതൊക്കെ ഒരേ തരം ചലനങ്ങളാണ്. ഊഞ്ഞാല്, ക്ലോക്കിന്റെ പെൻഡുലം ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ ഉദാഹരണമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദോലനമാണ് അല്ലെ. വാഹനങ്ങളിലെ വൈപ്പറിന്റെ ചലനം അല്ലെ, ഇതൊക്കെ എന്താണ്? അതൊക്കെ ദോലനമാണ്. അടുത്തത് വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന ചലനമാണ് ദോലനം എന്നറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ എന്താണ് ദോലനം എന്ന് പറയുന്നത്? വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന ചലനമാണ്. ഇപ്പൊ ക്ലോക്കിന്റെ ചലനം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ക്ലോക്കിന്റെ ചലനം മനസ്സിലാലോചിച്ചാൽ മതി. വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന തരം ചലനത്തെ നമുക്ക് ദോലനം എന്ന് പറയാം. അതിപ്പോൾ ഊഞ്ഞാലും അതേപോലെ തന്നെയല്ലേ. അതേപോലെ വാഹനങ്ങളിലെ വൈപ്പറിന്റെ ചലനവും അങ്ങനെ തന്നെയല്ലേ. അതുപോലെയാണ് തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനവും. അപ്പൊ ഇത്തരത്തിലുള്ള ചലനങ്ങളെല്ലാം ദോലനം എന്ന ചലന വിഭാഗത്തിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. കിലോഗ്രാമിന്റെ മാനക അളവ് നിർണ്ണയിക്കുന്നതിന് പ്ലാറ്റിനം 90% ഉണ്ടാകും, ഇറിഡിയം 10% ഉണ്ടാകും എന്നിവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സിലിണ്ടർ സൂക്ഷിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ ഏത് രാജ്യത്താണ്? അത് പാരീസിലാണ് അല്ലെ. നമുക്കറിയാം ഇപ്പോൾ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അത് എത്ര, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര അളവാണ് എന്നതിനെ നിർണ്ണയിക്കുന്നതിനൊരു മാനക ഒരു മാനക അളവ് സമ്പ്രദായം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിന് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു അളവ് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു എന്താ പറയുക, ഈ ഒരു ബേസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാറ്റിനവും ഇറിഡിയവും കൊണ്ടിട്ടാണ്. അപ്പോൾ പ്ലാറ്റിനം 90% പ്ലാറ്റിനവും 10% ഇറിഡിയവും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കിലോഗ്രാമിന്റെ അളവ് നമ്മൾ മാനക അളവായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിലെ പാരീസിൽ. അപ്പോൾ ഇത് ഒന്നുകൂടെ ഞാൻ പറയാം. കിലോഗ്രാമിന്റെ മാനക അളവ് നിർണ്ണയിക്കുന്നതിന് പ്ലാറ്റിനം 90% പ്ലാറ്റിനവും 10% ഇറിഡിയവും ചേർത്തിട്ടുള്ള ലോഹസങ്കരം നിർമ്മിച്ചിരിക്കുന്ന സിലിണ്ടർ സൂക്ഷിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിലെ പാരീസിലാണ്. ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് അല്ലെ. എന്താണ് ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? വാട്ടാണ്. ഇലക്ട്രിക് പവർ വാട്ട്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം അളക്കുന്ന ഏകകം അറിയപ്പെടുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പൊ ആരൊക്കെ തമ്മിലാണ്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലമാണെങ്കിൽ അത് അസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഒന്നുകൂടെ നോക്കാം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം അളക്കുന്ന ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അടുത്തൊരു പോയിന്റ് നോക്കുക. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? അത് ഫെർമി എന്നൊരു യൂണിറ്റിലാണ് അളക്കുന്നത്. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫെർമി എന്ന് പറയുന്ന യൂണിറ്റിലാണ് ന്യൂക്ലിയസിന്റെ വലിപ്പം പ്രസ്താവിക്കുന്നത്. ബലത്തിന്റെ അന്താരാഷ്ട്ര യൂണിറ്റ് ന്യൂട്ടൺ ആണ്. റൂദർഫോർഡ് എന്തിന്റെ പഴയ യൂണിറ്റാണ്? എന്തിന്റെ പഴയ യൂണിറ്റാണ്? അത് റേഡിയോ ആക്ടിവിറ്റിയുടേതാണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ പഴയ യൂണിറ്റ് ഏതാണ്? റൂദർഫോർഡ് ആണ്. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റാണ്? ബലത്തിന്റെ യൂണിറ്റാണ്. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? അത് ഫെർമിയിലാണ് പറയുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം അളക്കുന്ന ഏകകം ഏതാണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഇനി പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന അളവുകൾ സദിശ അളവുകൾ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. സദിശ അളവുകൾ എന്ന് പറഞ്ഞാൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന അളവുകളാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്.
ഒരു ലിറ്റർ ജലത്തിന് എത്ര ഭാരമുണ്ടാകും എന്നാണ് അടുത്തൊരു ചോദ്യം. ഒരു ലിറ്റർ ജലത്തിന് എത്ര ഭാരമുണ്ടാകും? അത് 1 കിലോഗ്രാം ഭാരമുണ്ടാകും. 1 കിലോഗ്രാം ഭാരമുണ്ടാകും. അതായത് 1 ലിറ്റർ ജലത്തിന് എത്ര ഭാരമുണ്ടാകും? 1 കിലോഗ്രാം ഭാരമുണ്ടാകും. അടുത്തൊരു പോയിന്റ് നോക്കുക. പാരാലിറ്റിക് സെക്കൻഡ് എന്ന ഏകകം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് ദൂരവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് പാരാലിറ്റിക് സെക്കൻഡ് എന്ന ഏകകം ദൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? അത് കലോറിയാണ്. നമുക്കറിയാലേ, കലോറിയിലാണ് പറയുന്നത് അല്ലേ. ഒരു ദിവസം ഒരു മനുഷ്യന്, അതാണായാലും പെണ്ണായാലും, ഒരു ദിവസം അയാളുടെ ബോഡി ആക്ടിവിറ്റീസ് വെച്ചിട്ട് അയാൾക്ക് കിട്ടേണ്ട ഒരു കലോറി ഉണ്ടാവും അല്ലെ. ഏകദേശം ഒരു 2100 ഒക്കെ പറയുന്നുണ്ട്. 2100 2400 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കലോറി ആഹാരം ഒരാൾ കഴിച്ചാൽ മതിയാകും അല്ലേ. അപ്പോൾ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറിയാണ്. ഇനി ഒരാൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു അളവിൽ കൂടുതലായിട്ടുള്ള ഊർജ്ജം ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിലാണ് പിന്നീട് അത് പൊണ്ണത്തടിയും അല്ല മറ്റു പ്രശ്നങ്ങളിലൊക്കെയൊക്കെ കടക്കുന്നത്. ഒരാളുടെ ഡെയിലി ആക്ടിവിറ്റീസ് വെച്ചിട്ട് ഒരു നിശ്ചിത കലോറി ഊർജ്ജം കിട്ടിയാൽ മതിയാകും. അപ്പം ഞാനിത് പറയുന്നത് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് പറയുന്നത് കലോറി എന്നൊരു ഏകകത്തിലാണ്. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെ നമ്മൾ വേഗം എന്നാണ് പറയുന്നത്. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെ വേഗം എന്ന് പറയും. കടലിലെ ദൂരം അളക്കാനുള്ള ഏകകം ഏതെന്ന് ചോദിച്ചാൽ അത് നോട്ടിക്കൽ മൈലാണ് അല്ലേ. നമ്മൾ കടലിലെ ദൂരം പറയുന്നത് നോട്ടിക്കൽ മൈൽ ചേർത്തിട്ടാണ് അല്ലേ. 1 നോട്ടിക്കൽ മൈൽ, 12 നോട്ടിക്കൽ മൈൽ, 24 അങ്ങനെയൊക്കെയാണ് നമ്മൾ നോട്ടിക്കൽ മൈലിലാണ് പറയുന്നത്. ഏതിൻ്റെ യൂണിറ്റാണ്? സീമെൻസ് എന്തിൻ്റെ യൂണിറ്റാണ്? സീമെൻസ് വൈദ്യുത ചാലകതയുടേതാണ്. സീമെൻസ് എന്തിൻ്റെ യൂണിറ്റാണ്? വൈദ്യുത ചാലകത. 1 ലിറ്റർ ലായനിയിൽ, ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കുക. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്ന് തെളിയിച്ചത് ആരാണ്? അത് തോമസ് യങ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. അതൊരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേണമെങ്കിൽ അത് തെറ്റിച്ചു കൊടുക്കാം. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശരിയോ തെറ്റോ? തെറ്റാണ് അല്ലേ. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ശരിയാണെന്ന് പറയുന്നത് തെറ്റാണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ശരിക്കും ആവശ്യമില്ല അല്ലെ. അതാണ് ശരിയായിട്ടുള്ള പോയിന്റ്. അപ്പോൾ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. അതാണ് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രസ്താവന ചോദ്യങ്ങൾ വരിക. ഇത് തെളിയിച്ചിട്ടുള്ളത് തോമസ് യങ് ആണ്. ഒരു ലെൻസിൻ്റെ ഉപരിതലങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 2 ആണ്. ഒരു ലെൻസിൻ്റെ ഉപരിതലങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ദൂരം എന്നറിയപ്പെടുന്നത്. ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ അതിൻ്റെ ബേസിക് അറിയാവുന്നവർക്കേ പെട്ടെന്ന് പിടികിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് ബേസ് പഠിപ്പിച്ചിട്ട് ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ചിലതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ മനസ്സിൽ വിചാരിച്ചേക്കുക. ചിലത് ഇപ്പോൾ എല്ലാം നമുക്ക് അറിയാവുന്നതൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ ഓക്കെ. ചിലതൊക്കെ നമ്മളിപ്പോൾ എല്ലാം പഠിച്ചിട്ട് എല്ലാ പോയിന്റും 100 പോയിന്റും പഠിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതൊക്കെ സമയമെടുക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ ചിലതൊക്കെ വായിക്കുമ്പോഴേ നമുക്കറിയാം അതൊന്നും ചിലപ്പോൾ PSCക്ക് അല്ല പരീക്ഷയ്ക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എനിക്കറിയാം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇതൊക്കെ വരാതിരിക്കട്ടെ. ഒരു കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് അസ്റ്റിഗ്മാറ്റിസമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കണ്ണിൻ്റെ അസ്റ്റിഗ്മാറ്റിസം എന്നൊരു ന്യൂനത പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിലിണ്ട്രിക്കൽ ലെൻസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ജീവനുള്ളവ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ജീവനുള്ളവ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് എന്തറിയപ്പെടുന്നത്? ബയോലൂമിനൻസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ബയോലൂമിനൻസ്? ജീവനുള്ളവ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് ബയോലൂമിനൻസ്. ഹോളോഗ്രാം, ഇത് നമ്മൾ കേട്ടിട്ടില്ലേ? ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? അത് ഇന്റർഫറൻസ് ആണ്. ഇന്റർഫറൻസ് അഥവാ വ്യതികരണം, മലയാളമാണെങ്കിൽ വ്യതികരണം അല്ലേ. എന്താണ് ഹോളോഗ്രാം അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ട് ഹോളോഗ്രാം മുദ്ര അല്ലെ. ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്റർഫറൻസ് ആണ്. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും
പകൽ സമയത്ത് വീട്ടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. വിസരണം അല്ലെ, വിസരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീട്ടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. ഇതൊരു പോയിന്റായിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. നീലയും മഞ്ഞയും ചേർന്നാൽ കിട്ടുന്നത് പച്ച നിറമാണ്. നീലയും മഞ്ഞയും ഏതൊക്കെയാണ്? നീലയും മഞ്ഞയും ചേർന്നാൽ കിട്ടുന്ന വർണ്ണം എന്ന് പറയുന്നത് പച്ചയാണ്. പച്ച. പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? 8 മിനിറ്റ് ആണ്. 8 മിനിറ്റ്. ഇതൊക്കെ നമുക്കറിയാം അല്ലെ. പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്താൻ വേണ്ട സമയം 8 മിനിറ്റ് ആണ്. പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത് വയലറ്റ് ആണ് അല്ലെ. വിബ്ജിയോർ എന്നാണല്ലോ പറയുന്നത് അല്ലെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ അല്ലെ. പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത് വയലറ്റിനാണ്. അപ്പോൾ കൂടിയത് ഏതായിരിക്കും? കൂടിയത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, റെഡ് ആണ് അല്ലെ, ചുവപ്പാണ്. പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയത് ചുവപ്പും തരംഗദൈർഘ്യം കുറഞ്ഞത് വയലറ്റുമാണ്. ഒരു പാർസെക്ക് എന്ന് പറഞ്ഞാൽ എത്ര പ്രകാശവർഷമാണ്? അത് 3.26 പ്രകാശവർഷമാണ് അല്ലെ. അപ്പോൾ ഒരു പാർസെക്ക് എന്ന് പറഞ്ഞാൽ എത്ര പ്രകാശവർഷമാണ്? 3.26 പ്രകാശവർഷമാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ആദ്യമായി വിശദീകരിച്ചതാരെന്ന് ചോദിച്ചാൽ അത് റെയ്ലി പ്രഭുവാണ്. റെയ്ലി പ്രഭു ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ആദ്യമായി വിശദീകരിച്ചത് റെയ്ലി പ്രഭുവാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അടുത്തൊരു പോയിന്റ് നോക്കാം. എന്തിൻ്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്? പ്രകാശത്തിൻ്റെ സ്വഭാവം അളക്കാനാണ് അല്ലേ. പ്രകാശത്തിൻ്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണമാണ്. കാലിഡോസ്കോപ്പിന് സമതല ദർപ്പണം. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണം. സമുദ്രത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം സമുദ്രത്തിന്റെ നേരത്തെ പറഞ്ഞ ആകാശത്തിന്റെയാണ് റെയ്ലി പ്രഭു. ഇത് സമുദ്രത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ആദ്യമായി വിശദീകരിച്ചത് നമ്മുടെ CB രാമനാണ് അല്ലെ. സമുദ്രത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ആദ്യമായി വിശദീകരിച്ചത് CB രാമൻ. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം വിശദീകരിച്ചത് റെയ്ലി പ്രഭു. സ്നെൽസ് നിയമം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നെൽസ് നിയമം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപവർത്തനം. സ്നെൽസ് നിയമം അപവർത്തനം എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതെന്ന് ചോദിച്ചാൽ അത് സമതല ദർപ്പണമാണ്. സമതല ദർപ്പണം അല്ലെ. പെരിസ്കോപ്പിൽ സമതല ദർപ്പണമാണ്. അതുപോലെ നമ്മൾ ഒരെണ്ണം പഠിച്ചല്ലോ, കാലിഡോസ്കോപ്പിൽ സമതല ദർപ്പണമാണ്. പെരിസ്കോപ്പിൽ സമതല ദർപ്പണമാണ്. അപ്പോൾ പെരിസ്കോപ്പിലും കാലിഡോസ്കോപ്പിലും ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണമാണ്. തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ചുവപ്പാണ്. കുറഞ്ഞ നിറം നമ്മൾ പഠിച്ചു വയലറ്റ്. തരംഗദൈർഘ്യം കുറവ് ഏതാണ്? വയലറ്റിന്. കൂടുതലാണെങ്കിൽ ചുവപ്പിന് അല്ലേ. അപ്പോൾ അടുത്തൊരെണ്ണം നോക്കാം. പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? അത് റോമറാണ്. പ്രകാശത്തിന്റെ വേഗം അല്ലേ. നമ്മൾ പറഞ്ഞു സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് എടുക്കും? 8 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ പ്രകാശത്തിന്റെ ആ ഒരു കാര്യമല്ല പറയുകയാണ്. പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് റോമർ. പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് റോമറാണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. പ്രകാശം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ചോദിച്ചാൽ ശൂന്യസ്ഥലമാണ്. പ്രകാശം ശൂന്യതയിലൂടെയാണ് ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കാൻ കാരണം തരംഗദൈർഘ്യം കൂടുതലായതിനാലാണ്. അതായത് ദൂരെ നിന്ന് വരുന്ന വണ്ടിക്ക് പോലും ചുവപ്പ് ദൂരെ അങ്ങ് നിന്നേ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ചുവപ്പ് യൂസ് ചെയ്യുന്നത്. ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കാനുള്ള കാരണം തരംഗദൈർഘ്യം കൂടുതലായതിനാലാണ്. അതാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. അതാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഡിഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നു. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ആംബുലൻസ് എന്ന വാക്ക് വാഹനങ്ങളുടെ മുന്നിൽ
തിരിച്ച് എഴുതിയിരിക്കുന്നത് ഏത് പ്രതിഭാസം മുന്നിൽ കണ്ടുകൊണ്ടാണ്? അത് പാർശ്വിക വിപര്യം എന്നൊരു പ്രതിഭാസം മുന്നിൽ കണ്ടാണ്. നമുക്കറിയാലോ, നമ്മൾ ആംബുലൻസ് കാണുമ്പോൾ അത് ആംബുലൻസ് AMBU എന്ന് എഴുതുന്നതിന് പകരം തിരിച്ചായിരിക്കും വരുന്നത്, ആംബുലൻസ് അല്ലേ എന്നുള്ളതിൽ തിരിച്ചായിരിക്കും വരുന്നത്. അതായത് പെട്ടെന്ന് നോക്കി നമ്മളൊരു കണ്ണാടി വെച്ചിട്ടാണ് നോക്കുന്നത് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി, നമ്മൾ ഡ്രൈവർ ആണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മിററിൽ നോക്കുമ്പോൾ പുറകിൽ വരുന്ന ആംബുലൻസ് സൗണ്ട് ഇല്ലെങ്കിലും പുറകിൽ വരുന്ന ആംബുലൻസിൻ്റെ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവറുടെ മുന്നിലിരിക്കുന്ന ആ ഒരു മിറർ ഉണ്ടല്ലോ, ബാക്കിലെ സൈഡ് നോക്കുന്ന മിറർ, ആ മിററിൽ ബാക്കിലുള്ളത് ആംബുലൻസ് ആണെങ്കിൽ ആംബുലൻസ് എന്ന് കൃത്യമായിട്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ കൂടെയാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ആംബുലൻസ്. നിങ്ങളിനി ആംബുലൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾ ഡ്രൈവർ ആണെങ്കിൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്കിത് പറയാതെ തന്നെ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ പുറകിലുള്ള ആംബുലൻസ് എന്ന് തന്നെ കണ്ണാടിയിൽ ആംബുലൻസ് എന്നായിരിക്കും എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ ആംബുലൻസ് എന്ന വാക്ക് തിരിച്ചായിരിക്കും എഴുതി വയ്ക്കുന്നത്. ആംബുലൻസ് എന്ന വാക്ക് വാഹനങ്ങളുടെ മുന്നിൽ തിരിച്ചെഴുതിയിരിക്കുന്നത് പാർശ്വിക വിപര്യം എന്ന പ്രതിഭാസം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇനി ശരിക്കും ആംബുലൻസിൻ്റെ മുന്നിൽ ആംബുലൻസ് എന്ന് തന്നെ എഴുതിയാൽ ഈ ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ഒരു കാറിലെ ഡ്രൈവറോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൻ്റെ ഡ്രൈവറോ ആ ചില്ലിൽ നോക്കുമ്പോൾ പെട്ടെന്ന് വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആംബുലൻസ് എപ്പോഴും പാഞ്ഞു പോകുന്നതല്ലേ, അപ്പോൾ അതിന് എമർജൻസി സിറ്റുവേഷൻ ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊക്കെ ഒതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് കിരണം കണ്ടുപിടിച്ചത് വില്യം ഹെർഷലാണ്. ഇൻഫ്രാറെഡ് കിരണം കണ്ടുപിടിച്ചത് ആരാണ്? ഇൻഫ്രാറെഡ് കിരണം കണ്ടുപിടിച്ചത് വില്യം ഹെർഷലാണ്. ഇൻഫ്രാറെഡ് കിരണം കണ്ടുപിടിച്ചത്. എൻഡോസ്കോപ്പിയിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? അത് പൂർണ്ണാന്തരീക പ്രതിഫലനമാണ്. എൻഡോസ്കോപ്പിയിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരീക പ്രതിഫലനമാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. മഴവിലുണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം. PSC പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇത് പ്രകാശ പ്രകീർണനം ആണ്. മഴവിലുണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രകാശ പ്രകീർണനമാണ്. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിന്റെ ആകൃതി വൃത്താകൃതിയായിരിക്കും. മഴവില്ലിന്റെ ആകൃതി ഏതാണ്? വൃത്താകൃതിയാണ്. സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ 7 എണ്ണമാണ് അല്ലെ. സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ വിബ്ജിയോർ അല്ലെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലെ. സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ 7 എണ്ണമാണ്. സൂര്യരശ്മികളുടെ വർണ്ണരാജിയിൽ കാണുന്ന ഇരട്ടിപ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് സീമൻ പ്രഭാവം എന്നാണ് അറിയപ്പെടുന്നത്. സീമൻ ഇഫക്റ്റ് അല്ലെ. സൂര്യരശ്മികളുടെ വർണ്ണരാജിയിൽ കാണുന്ന ഇരട്ടിപ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സീമൻ പ്രഭാവം എന്നാണ്. ജലം നിറച്ചു വച്ചിരിക്കുന്ന ഗ്ലാസിന്റെ അടിയിൽ വച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനം എന്ന പ്രതിഭാസമാണ്. എന്താണ്? ജലം നിറച്ചു വച്ചിരിക്കുന്ന ഗ്ലാസിന്റെ അടിയിൽ വച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ്? പെയിന്റ് അത് നീല, മഞ്ഞ, ചുവപ്പാണ്. പെയിന്റിന്റെ കാര്യമാണ് പറയുന്നത്. പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ ഏതാണ്? നീല, മഞ്ഞ, RGB എന്ന് പറയല്ല, റെഡ് RGB എന്ന് പറയുന്നത് നമ്മുടെ പ്രാഥമിക നിറങ്ങളാണ്. റെഡ്, ഗ്രീന്, ബ്ലൂ, RGB എന്ന് പറയുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ. പക്ഷെ ഇവിടെ നമ്മുടെ ഗ്രീനിന് പകരം മഞ്ഞയാണ് വരുന്നത്. പെയിന്റിന്റെ കാര്യത്തിൽ പ്രാഥമിക നിറങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? പെയിന്റിന്റെ കാര്യത്തിൽ പക്ഷേ പ്രാഥമിക വർണ്ണങ്ങളെന്ന് പറയുന്നത് നീല, മഞ്ഞ വരുന്നുണ്ട് ഇവിടെ, മഞ്ഞ അല്ലെ, പിന്നെ ചുവപ്പ്. ഇത്രയുമാണ് പെയിന്റിന്റെ കാര്യത്തിലെ പ്രാഥമിക വർണ്ണങ്ങളെന്ന് പറയുന്നത്. ഇനി അതല്ലാതെ നമ്മൾ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം RGB, റെഡ്, ഗ്രീന്, ബ്ലൂ ആണ് പ്രാഥമിക വർണ്ണങ്ങളെന്ന് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷെ പെയിന്റിന്റെ കാര്യം എടുക്കുമ്പോൾ പ്രാഥമിക നിറങ്ങൾ എന്ത് വരും? ഗ്രീനിന് പകരം മഞ്ഞ വരും. ഓക്കെ. അപ്പോൾ ബെയ്ലീസ് ബീഡ്സ് എന്നറിയപ്പെടുന്നത് ബെയ്ലീസ് ബീഡ്സ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഏത് ഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൂര്യഗ്രഹണം അല്ലെ. അപ്പോൾ ബെയ്ലീസ് ബീഡ്സ് സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊളോയിഡൽ കണങ്ങൾ കാരണം പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ടിൻഡൽ ഇഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കൊളോയിഡൽ കണങ്ങൾ കാരണം പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നത് ടിൻഡൽ ഇഫക്റ്റ് എന്നറിയപ്പെടുന്നു. ഷേവിംഗ് മിറർ ഏത് ദർപ്പണമാണ്? കോൺകേവ് മിററാണ്. ഷേവിംഗ് മിറർ ഏത് തരം ദർപ്പണമാണ്? കോൺകേവ് മിററാണ്. സോപ്പ് കുമിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസം ഇന്റർഫറൻസ് ആണ്. സോപ്പ് കുമിള
സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസം ഇന്റർഫറൻസ് ആണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സംഗതികളാണ്, നമ്മൾ ഓൾറെഡി സ്കൂൾ ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. സോഡിയം വേപ്പർ ലാമ്പ് ഏത് നിറത്തിൽ കാണുന്നു? മഞ്ഞ, അല്ലെ? ഇതൊക്കെ സ്കൂൾ ലെവലിലെ കാര്യങ്ങളാണ്. സോഡിയം വേപ്പർ ലാമ്പ് മഞ്ഞ നിറത്തിൽ കാണുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അത് വീക്ഷണ സ്ഥിരതയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരതയാണ്. ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ ചുവപ്പ്, പച്ച, നീല. കണ്ട, റെഡ്, ഗ്രീൻ, ബ്ലൂ, അല്ലെ? RGB എന്ന് പറയും. RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇതാണ് സാധാരണ പ്രാഥമിക നിറങ്ങൾ എന്ന് പറയുന്നത്. പെയിന്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ പച്ച മാറിയിട്ട് അവിടെ മഞ്ഞ വരുന്നു എന്നേ ഉള്ളൂ, അല്ലെ? പ്രകാശത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര ലക്ഷം മൈലാണെന്ന് ചോദിച്ചാൽ അത് 1.86, അല്ലെ? 3 ലക്ഷം കിലോമീറ്റർ, അല്ലെ? 3 ലക്ഷം കിലോമീറ്റർ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രകാശത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര ലക്ഷം മൈലാണ്? 1.86 ലക്ഷം മൈൽ, അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയുമാണ് പഠിക്കുന്നത്. ഫിസിക്സ് നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.